നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സ്കൂൾ ജീവിതകാല അനുഭവങ്ങളുണ്ട്. സ്കൂളുകളിൽ കുട്ടികളെ അധ്യാപകർ അടിക്കരുത് എന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശന നിർദ്ദേശം വന്നിട്ട് അധികം വർഷങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. അത്തരം നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷവും സ്കൂളുകളിൽ കുട്ടികളെ അടിക്കുന്ന പതിവ് മുഴുവനായും ഇപ്പോഴും മാറിയിട്ടില്ല എന്നത് അതിശയകരം തന്നെയാണ്. കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുക എന്ന പരമ്പരാഗത സമീപനത്തിനുള്ളിലാണ് നമ്മുടെ സ്കൂളുകളിലെ അധ്യാപന രീതികളുടെ അടിത്തറ പണിതിട്ടുള്ളത്. സ്കൂളുകൾ മാത്രമല്ല, കുടുംബങ്ങളും അങ്ങനെയാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. കുട്ടികളെ അടിച്ചു പഠിപ്പിക്കാത്തതിന് അധ്യാപകരെ ചീത്ത പറയുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും ഉള്ളത്. അത്തരത്തിലൊരു സംഭവമാണ് കൊല്ലം 7-ാം മൈലിലെ സെന്റ് തോമസ് സ്കൂളിലും ഉണ്ടായിരിക്കുന്നത്. UKG-യിലെ കുട്ടികളെ ക്ലാസ് ടീച്ചർ കവിളിലടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അടുത്തിരുന്ന കുട്ടിയോട് സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു UKG കുട്ടിയെ ക്ലാസ് ടീച്ചർ കവിളിലും തലയിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് കുട്ടിയോട് അതിക്രൂരമായി ഷീന എന്ന ക്ലാസ് ടീച്ചർ പെരുമാറിയത്. സാധാരണ നിലയിൽ മുടി പച്ച വെട്ടിയതിന് ഉച്ചഭക്ഷണത്തിന് പോയ കുട്ടികളെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സ്കൂൾ PRO ആയ പ്രസാദ് എന്നിവർക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച് രക്ഷിതാക്കളോട് ശൂരനാട് പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും സ്കൂൾ അധികൃതരുടെ സ്വാധീനത്തിൽ സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞ് അന്വേഷണം നീട്ടിക്കൊണ്ടു പോവുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിൽ കോടതിയെ നേരിട്ട് സമീപിക്കാൻ ഒരുങ്ങുകയാണ് രക്ഷിതാക്കളെല്ലാം തന്നെ. സമാനമായ സംഭവങ്ങൾ മുൻപും ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. അന്ന് രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടെ നിന്നും മറ്റു സ്കൂളുകളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മതിയായ യോഗ്യതയില്ലാത്തവരാണ് ഇവിടെ അധ്യാപകരായി ജോലി നോക്കുന്നത്. തുച്ഛമായ വേതനം നൽകിയാൽ മതിയാകും എന്ന കാരണത്താലാണ് യോഗ്യത കുറവുള്ളവരെ അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവരെ അധ്യാപകരായി നിയമിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മതിയായ വിദ്യയോ അച്ചടക്കമോ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് സ്കൂളിന്റെ അഫിലിയേഷനെ തന്നെ ബാധിക്കുമെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചിലപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ പലവിധ കാരണങ്ങളാൽ അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാനൊക്കെ കഴിയാതെ വരാറൊക്കെയുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നും വരില്ല. പഠിച്ചു വരാത്ത കുട്ടികളെ ചൂരൽ കൊണ്ട് ആഞ്ഞു വീശിയടിച്ച് ശിക്ഷിക്കുന്ന അധ്യാപകരും ഇന്ന് കേരളത്തിലുണ്ട്. അതേസമയം കരുതലോടെ കുട്ടികളെ വേദനിപ്പിക്കാതെ അടിക്കുന്ന അധ്യാപകരുമുണ്ട്. ഹോംവർക്ക് ചെയ്യാത്തതിന്, പഠിക്കാത്തതിന്, ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞതിന് കുട്ടികളെ ക്ലാസ്സിന് പുറത്തു നിർത്തുകയും ബെഞ്ചിൽ കയറ്റി നിർത്തുകയും ചെയ്യുന്ന അധ്യാപകരും നമുക്ക് ചുറ്റുമുണ്ട്. കുട്ടികളുടെ മാനസിക വളർച്ചയെ, വ്യക്തിത്വ വികാസത്തെ ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത അധ്യാപകരുടെ ശിഷ്യരാകേണ്ടി വരുന്നത് ദുര്യോഗം തന്നെയാണ്.